അപ്പോൾ ഇനി മറ്റേ ഏലിശാമയുടെയും അതുപോലെ തന്നെ സക്രിയയുടെ ഒരു കുഞ്ഞ് ജനിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? മറിയത്തിൻ്റെ ആരായിരുന്നു? ഇളയമയായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ പേരെന്തിട്ടായിരുന്നേ? സ്നാപക യോഹന്നാൻ്റെ പേരിട്ടായിരുന്നു ഇല്ലേ? അങ്ങനെ യോഹന്നാൻ വലുതായിട്ട് ജോർദാൻ്റെ നദിക്കരെ പോയി നിന്നിട്ട് പ്രസംഗിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ചു. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും, പിന്നെ ഓരോരുത്തർ ചെയ്യുന്ന തെറ്റുകൾ അതിന് വേണ്ടിയിട്ട് പശ്ചാത്തപിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ജനങ്ങൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ജീവിതം ആരംഭിക്കാനും പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും അങ്ങനെ ഓരോ അടയാളങ്ങളും ഒക്കെ ആയിട്ട് ജോർദാൻ നദിക്കരയിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കാനും അദ്ദേഹം അവരോട് പറഞ്ഞു. എവിടെ ചെന്നിട്ട്? ജോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ പറ്റും അവിടെ അന്നത്തെ കാലത്ത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കാനായിട്ട് പാപം ചെയ്തു വരുന്ന അല്ലെങ്കിൽ തെറ്റുകളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞ ആൾക്കാരെ തെറ്റിൽ നിന്നും പിന്മാറ്റാനായിട്ട് ആര് മുന്നോട്ട് വന്നു? സ്നാപക യോഹന്നാൻ മുന്നോട്ട് വന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വേഷം എന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? മൃഗത്തിൻ്റെ തോലാണ്. ആ തോലെടുത്തിട്ട് തുകൽപ്പട്ട അരയിൽ കെട്ടും. ഒരു ഇങ്ങനെ തുകലുകൊണ്ടൊരു അരപ്പട്ട കെട്ടിയിട്ട് പിന്നെ സ്വർഗരാജ്യത്തെ പ്രസംഗിച്ചുകൊണ്ട് യോഹന്നാൻ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു. ദൈവമുണ്ട്, ദൈവം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആര് നടന്നു? ഈ യോഹന്നാൻ നടന്നു. ജെറുസലേമിൽ നിന്നും യൂദയായിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് എത്തിച്ചേർന്നു. അങ്ങനെ അദ്ദേഹം അവർക്ക് ജ്ഞാനസ്നാനം നൽകി. അദ്ദേഹം അവരോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് ജ്ഞാനസ്നാനപ്പെടുത്തണം, പക്ഷേ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് ജ്ഞാനസ്നാനപ്പെടുത്തുന്ന ഒരാൾ എൻ്റെ പുറകെ വരും, അവൻ എന്നേക്കാൾ വലിയവനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ എന്താ പറയുക, ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്നൊക്കെ ആര് പറഞ്ഞു? സ്നാപക യോഹന്നാൻ ജനങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നീ പറയണമെന്ന് ആര് പറയും? ജനങ്ങൾ ഇദ്ദേഹത്തിനോട് പറയും. അങ്ങനെ യോഹന്നാൻ പറഞ്ഞു, 2 വസ്ത്രമുള്ളവൻ എന്ത് ചെയ്യണം? ഒന്നില്ലാത്തവന് കൊടുക്കണം. അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണം വിശക്കുന്ന മനുഷ്യരുമായിട്ട് പങ്കിട്ട് കഴിക്കണം. അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചുങ്കക്കാർ ചോദിച്ചു. ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ പിരിവൊക്കെ എടുക്കുന്നവർ, പലിശക്കാരൊക്കെ ചോദിച്ചു, ഞങ്ങൾ എന്തെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അർഹതപ്പെട്ടതിലധികം പണം നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ അത് പാവപ്പെട്ടവന് കൊടുത്ത് സഹായിക്കണം. അല്ലെങ്കിൽ അർഹതപ്പെട്ടതിനേക്കാൾ കൂടുതൽ പണം നിങ്ങൾ ജനങ്ങളിൽ നിന്ന് വാങ്ങരുതെന്നൊക്കെ യോഹന്നാൻ ഇങ്ങനെ ചുങ്കക്കാരോടും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചില പട്ടാളക്കാർ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആരോടും ക്രൂരമായിട്ട് പെരുമാറരുത് നിങ്ങൾ. സ്നാപക യോഹന്നാൻ അവർ ഇങ്ങനെ ഉപദേശിക്കുകയാണ്. അപ്പം തെറ്റ് ചെയ്യാത്തവരിൽ കുറ്റം ആരോപിക്കരുത്. ഇപ്പോൾ ചില കള്ളക്കേസുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ചിലർ കൊടുക്കില്ലേ, അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. ഓർക്കം വരുന്നുണ്ട്? കേൾക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ട്? അങ്ങനെ പറഞ്ഞു. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം എന്നൊക്കെ ആരോട് പറഞ്ഞു? പട്ടാളക്കാരോട് പറഞ്ഞു. അപ്പോൾ യോഹന്നാൻ ജനങ്ങളോട് പൊതുവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഓരോ കാര്യങ്ങളും. അപ്പം പറയുകയാണ് ഇങ്ങനെ, ശക്തനായവൻ വരുന്നുണ്ട്, അവൻ നല്ല ഗോതമ്പെല്ലാം അറപ്പുരയിൽ ശേഖരിക്കുകയും പതിരെല്ലാം തീയിടുകയും ചെയ്യുന്ന കർഷകനെ പോലെയായിരിക്കും. അതായത് നല്ലവരും തെറ്റ് ചെയ്യുന്നവരൊക്കെ മാറ്റി നിർത്തുന്ന ഒരു രീതിയുള്ളൊരു സ്വഭാവമുള്ളവനാണ് എന്നേക്കാൾ എൻ്റെ പുറകെ വരുന്നവൻ എന്ന് ആര് പറഞ്ഞു? സ്നാപക യോഹന്നാൻ പറഞ്ഞു. അത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്നറിയോ? ഈശോനെ കുറിച്ച്. നിർത്താം.